ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് കറിയുടെ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നന്നായി കഴുകി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം നന്നായി തിരുമ്മി അങ്ങോട്ട് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമ്മളതൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ അതിനകത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ കുക്കർ നന്നായിട്ട് അങ്ങോട്ട് അടച്ചു കൊടുക്കണം. അടച്ചു കൊടുത്തിട്ട് നമ്മുടെ വിസിൽ അറിയാലോ, എത്ര വിസിലായാലും കുഴപ്പമില്ല, നന്നായിട്ട് വേവണം. പിന്നെ നമ്മുടെ മറ്റ് ഇൻഗ്രീഡിയൻസ് അറിയാമല്ലോ, സവോളയുണ്ട്, കൊച്ചുള്ളിയുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയുണ്ട്, പിന്നെ നമ്മളെ പച്ചമുളകും ഉണ്ട് കേട്ടോ. ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ആക്കി വെച്ചതാണ് കേട്ടോ. ഞാൻ കുഞ്ഞുള്ളി കുനാന്ന് നമ്മുടെ ഗ്രേറ്ററിൽ അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള അരിഞ്ഞും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് നമ്മുടെ സവോളയാണ് ആദ്യം ഇട്ട് കൊടുത്തത് കേട്ടോ. സവോള നന്നായിട്ട് വഴണ്ട് വരണം. സവോള അങ്ങോട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു മണം വരും കേട്ടോ. അതിൻ്റെ ആ സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ കുനുകുനാന്ന് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്തിന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ ആ ആവിയിലും കൂടി ഇരുന്ന് കുറച്ച് നന്നായിട്ട് ഇത് വേവും. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ബീഫിനകത്ത് ഞാൻ അല്പം ഉപ്പ് ഇട്ടിട്ടുള്ളായിരുന്നു. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഞാൻ വഴറ്റി കൊടുത്തു. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴറ്റി അതിനുശേഷം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ചേർക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം കേട്ടോ. വഴറ്റുമ്പോഴത്തേക്ക് നല്ല മണമൊക്കെ വരും. ആ സമയത്ത് അടിക്ക് പിടിക്കാതെ നോക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് അടച്ച് വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ വെന്ത നല്ല ബീഫിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനകത്ത് വെള്ളമുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണമെങ്കിൽ നമ്മൾ ബീഫ് വേവിച്ച കുക്കറുണ്ടല്ലോ, അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് ആ ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഈ സമയത്ത് തീയൽപ്പം കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. ഞാൻ അതിന് ശേഷം കുറച്ച് കറിവേപ്പില മുകളിൽ തൂകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം തുറന്നപ്പോഴത്തേക്ക് നല്ല മണമായിരുന്നു ആ കറിവേപ്പിലയുടെയൊക്കെ. പിന്നെ ഞാൻ ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്നത് ഇതുപോലാണ് കേട്ടോ. ഗ്രേവിയൊക്കെ കുറുകി വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ.